ആഫ്റ്റർനൂൺ എവരിവൺ. ഐ ആം ഡോക്ടർ ആദ്ര ഫ്രം പ്രാണ ഹോമിയോപ്പതി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൗത്ത് അൾസേഴ്സിനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാം, ഇപ്പം ഇവിടെ ക്ലിനിക്കിൽ കോമൺ ആയിട്ട് വരുന്നൊരു കേസാണ് മൗത്ത് അൾസർ എന്ന് പറയുന്നത്. മൗത്തിൽ മ്യൂക്കസ് മെമ്പറിൽ ഉണ്ടാകുന്ന ഒരു അൾസറാണ് മൗത്ത് അൾസർ എന്ന് പറയുന്നത്. ഇപ്പം മൗത്ത് അൾസറിന് പല കാരണങ്ങളുണ്ടാകാം. അതിനകത്ത് ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ സ്റ്റൊമറ്റൈറ്റിസ് ഉള്ളവർക്ക് മൗത്ത് അൾസർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീത്ത് വഴി ഉണ്ടാകുന്ന ട്രോമ, പല്ല് കൊണ്ടിട്ടോ അങ്ങനെയൊക്കെ ഒരു അൾസർ പോലെ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ടീത്തിൻ്റെ ട്രോമ കൊണ്ടും മൗത്ത് അൾസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാന കാരണമാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ലിവർ ഇൻഫെക്ഷൻ ആകാം, മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് മൗത്ത് അൾസർ ഉണ്ടാകാം. അതുപോലെ തന്നെ മേ ബി ക്യാൻസറസ് കോസ് ആകാം. നമ്മുടെ സൈഡ് ഓഫ് ടങ്ങിൻ്റെ സൈഡ്സിലൊക്കെ വരുന്ന അൾസേഴ്സിനെ നമുക്ക് കുറച്ചുകൂടെ ഈവൻ അതൊരു 1 to 2 months ആയിട്ടും അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ക്യാൻസർ ടൈപ്പ് ഓഫ് അൾസേഴ്സൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കോമൺലി വരുന്നത് ഒരു ഗ്യാസ്ട്രിക് സ്റ്റൊമറ്റൈറ്റിസിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന റിക്കറൻ്റ് ആയിട്ട് ക്യാപിറ്റസ് അൾസർ ഉണ്ടെങ്കിൽ അതായിരിക്കും മെയിനായിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അൾസേഴ്സിന് മെയിനായിട്ട് 3ആയിട്ട് തിരിക്കാം. മൈനർ അൾസർ ഉണ്ട്, മേജർ അൾസർ ഉണ്ട്, അതുപോലെ തന്നെ ഹെർപ്പറ്റിഫോം അൾസർ ഉണ്ട്. മൈനർ അൾസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 2 to 3 millimeter സൈസിൽ വരുന്ന അൾസേഴ്സിനെയാണ് നമ്മൾ മൈനർ അൾസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സ്മോൾ റെഡ് സ്പോട്ടൊക്കെ ആയിരിക്കും, നല്ല പെയിൻഫുൾ ആയിരിക്കും. ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ ഏകദേശം പോകുന്ന ഒരു കേസാണ് മൈനർ അൾസർ എന്ന് പറയുന്നത്. മേജർ അൾസർ ആണെങ്കിൽ ഒരു 1 centimeter ഒക്കെ തിക്നെസ്സും ലെങ്ത്തൊക്കെ ഉള്ള അൾസേഴ്സ് ആയിരിക്കും മേജർ അൾസേഴ്സിൽ വരുന്നത്. അതുപോലെ ഹെർപ്പറ്റിക് ഫോം ആണ്. ഇനി ഹെർപ്പറ്റിക് ഫോം അൾസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടങ്ങിലൊക്കെ നോക്കിയാൽ മതി, കുറേ ചെറിയ റെഡ് പാച്ചസ് ഉണ്ടായിരിക്കും. ചെറിയ റെഡ് ഡോട്ട്സ് പോലെ കാണുന്നതാണ് ഹെർപ്പറ്റിക് ഫോം അൾസേഴ്സ് എന്ന് പറയുന്നത്. 3 മെയിനായിട്ടുള്ള അൾസർ. അൾസറിന് ഹോമിയോപ്പതിയിൽ ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണുള്ളത്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസാണ് ബോറാക്സ്, മെർസോൾ, അതുപോലെ തന്നെ ആസിഡ്. ഹോമിയോയിൽ കോമൺലി ഈ മെഡിസിൻസ് കൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് പേഷ്യൻസിനും നല്ലൊരു റിലീഫ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ റിക്കറൻസ് കുറയ്ക്കാൻ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കൂടുതൽ സാധിക്കുന്നുണ്ട്.